തലശ്ശേരിയിൽ നടന്നുവരുന്ന കണ്ണൂർ റവന്യൂ ജില്ലാ ശാസ്ത്രോത്സവത്തിൽ വിവിധ സ്കൂളുകളിൽ നിന്നായി 6000-ഓളം വിദ്യാർത്ഥികളാണ് പങ്കെടുത്തു വരുന്നത്. കണ്ണൂർ റവന്യൂ ജില്ലാ കേരള സ്കൂൾ ശാസ്ത്രോത്സവമാണ് തലശ്ശേരിയിൽ വെച്ച് നടക്കുന്നത്. വിദ്യാർത്ഥികളിൽ ശാസ്ത്രരംഗങ്ങളിൽ അവരുടെ കഴിവ് തെളിയിക്കാനുള്ള ഒരു വാർഷിക പരിപാടിയാണ് സ്കൂൾ ശാസ്ത്രമേള. ശാസ്ത്ര, ഗണിതശാസ്ത്ര, സാമൂഹ്യശാസ്ത്ര, പ്രവൃത്തി പരിചയ, IT എന്നീ മേഖലകളിലാണ് മത്സരങ്ങൾ നടക്കുന്നത്. ശാസ്ത്രോത്സവത്തിൽ 6000-ഓളം വിദ്യാർത്ഥി പ്രതിഭകൾ പങ്കെടുത്തു വരുന്നു. ശാസ്ത്രോത്സവത്തിന്റെ ഭാഗമായി ശാസ്ത്ര നാടകം ബുധനാഴ്ച ബ്രണ്ണൻ ഹയർ സെക്കൻഡറിയിൽ വെച്ച് നടന്നു. 2025-26 അധ്യയന വർഷത്തിലെ ശാസ്ത്ര, ഗണിതശാസ്ത്ര, സാമൂഹ്യശാസ്ത്ര, IT മേളകളാണ് ഇന്ന് 2-3 ദിവസങ്ങളിലായിട്ട് ഇവിടെ നടക്കുന്നത്. അതിൽ 29-ാം തീയതി ഇന്നലെ ശാസ്ത്ര നാടകം മത്സരം കഴിഞ്ഞു. ഇതിന്റെ ഔപചാരിക ഉദ്ഘാടനം ഇന്ന് രാവിലെ നടന്നു. അപ്പൊ ഇന്നും നാളെയുമായിട്ട് ബാക്കി മേളകളൊക്കെ ഇവിടെ നടക്കുകയാണ്. 15 ഉപജില്ലകളിൽ നിന്നായി ഏകദേശം 6000-ൽ പരം കുട്ടികളാണ് ഈ മേളകളിൽ പങ്കെടുക്കുന്നത്. അതിൽ കാസർഗോഡ്, കണ്ണൂർ മേഖലകളിലായുള്ള വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിലുള്ള മത്സരങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ പുതുക്കിയ മാനുവൽ അനുസരിച്ചാണ് ഈ വർഷത്തെ മേളകളൊക്കെ നടത്തുന്നത്. അതുകൊണ്ട് തന്നെ കുട്ടികളുടെ പങ്കാളിത്തം മുൻ വർഷങ്ങളിലേക്കാൾ കൂടുതലായിട്ട് ഉണ്ട്. അതുപോലെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സാധാരണയായിട്ട് പ്രദർശനം മാത്രമായിട്ടാണ് നടത്തിയിരുന്നത്. എന്നാൽ ഈ വർഷം അവര് മത്സര ഇനങ്ങളിൽ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ മേള 7 സ്കൂളുകളിലായിട്ടാണ് നമ്മൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. അതിൽ സയൻസും IT-യും മേള നടക്കുന്നത് സെന്റ് ജോസഫ് HSSലും, അതുപോലെ ഗണിതശാസ്ത്ര മേള സേക്രഡ് ഹാർട്ട് HSSലുമാണ് നടക്കുന്നത്. പിന്നെ സോഷ്യൽ സയൻസ് മേള BMD HSS, വർക്ക് എക്സ്പീരിയൻസിന്റെ മേള നടക്കുന്നത് MMHSSലുമാണ്. പിന്നെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയുടെ സ്കിൽ ഫെസ്റ്റ് നടക്കുന്നത് ഗവൺമെന്റ് ബ്രണ്ണൻ HSSലും അതുപോലെ ഗവൺമെന്റ് LP സ്കൂളിലുമായിട്ടാണ്. പിന്നെ ഈ ഭക്ഷണത്തിന്റെ കാര്യങ്ങളെല്ലാം ക്രമീകരിച്ചിരിക്കുന്നത് ഗവൺമെന്റ് ടൗൺ HSSലുമാണ്. സമാപന സമ്മേളനം 31-ന് വെള്ളിയാഴ്ച വൈകിട്ട് 4:30-ന് ഗവൺമെന്റ് ബ്രണ്ണൻ ഹയർ സെക്കൻഡറിയിൽ തലശ്ശേരി നഗരസഭ വൈസ് ചെയർമാൻ MV ജയരാജൻ ഉദ്ഘാടനം ചെയ്യും. മത്സരത്തിൽ വിജയികളായവർക്ക് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CP അനിത സമ്മാനദാനം നിർവഹിക്കും.